അതേസമയം ഡിറ്റ്വ ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിക്കില്ലെങ്കിലും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നമ്മളുടെ കടലിന്റെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെ ഈ കാറ്റ് കടന്നു പോകുന്നുണ്ട്. ഏത് തരത്തിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്? ഈ 5 ജില്ലകളിലെ യെല്ലോ അലേർട്ടിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമോ? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? വിജയകുമാർ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ശ്രീലങ്കയ്ക്കും മുകളിലായാണ് നിലവിൽ ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അത് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നാളെ രാവിലെയോടെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപമുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിൻ്റെ ട്രാക്ക് പ്രവചിച്ച് പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടൽ വഴി അത് വടക്കു പടിഞ്ഞാറ് ദിശയിൽ പിന്നീട് സഞ്ചരിച്ച് ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തിൽ നിന്ന് കുറഞ്ഞത് യഥാക്രമം, അതായത് ഇന്ന് അർദ്ധരാത്രിയോടെ തമിഴ്നാട് തീരത്തിന് 60 കിലോമീറ്റർ അകലെ വരെയും നാളെ രാവിലെയോടെ അത് 50 കിലോമീറ്റർ അകലെ വരെയും നാളെ വൈകുന്നേരത്തോടുകൂടി തമിഴ്നാട് തീരത്തിന് ഏറെക്കുറെ 20 കിലോമീറ്റർ സമീപത്തോടു കൂടിയും ഈ ചുഴലിക്കാറ്റ് കടന്നുപോകും എന്നുള്ളതാണ്. നിലവിൽ ഇത് കരയിൽ പ്രവേശിക്കും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നില്ല. പക്ഷേ ഇത് തമിഴ്നാട് തീരത്തിന് സമീപം കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്ര തീരത്ത് ഈ റെഡ് മെസ്സേജ്, ഈ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ 3ാം ഘട്ട മെസ്സേജായ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. എന്താണെങ്കിലും ആ മേഖലയിൽ കനത്ത മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ ഡിറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷേ ഈ ചുഴലിക്കാറ്റ് പ്രഭാവം സംസ്ഥാനത്തുണ്ടാകും. അതുകാരണം സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലായിരിക്കും ഒരുപക്ഷെ മഴയും കാറ്റും കൂടുതലായി ലഭിക്കാൻ സാധ്യത. ആ മേഖലയിൽ കൂടുതൽ ജാഗ്രത തുടരണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെയോ അതല്ല എങ്കിൽ 65 കിലോമീറ്റർ വരെയോ വേഗത്തിൽ കാറ്റ് വീശിയടിച്ചേക്കാനുള്ള സാധ്യത കേരള തീരത്തുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്തുണ്ട്, അതായത് കന്യാകുമാരി തീരത്തടക്കം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഈ ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഈ മേഖലയിൽ പോകാൻ പാടില്ല എന്ന് കർശനമായി തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. വിജയകുമാർ, യെസ്, ഒരു വിവരമുള്ളത് വേളാങ്കണ്ണി, പുതുച്ചേരി, നാഗൂർ, ചെന്നൈ തുടങ്ങിയ തമിഴ്നാട് തീരദേശ മേഖലകളിലേക്ക് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം എന്നൊരു വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അവിടെ ഈ പറയുന്ന കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം മുന്നറിയിപ്പുകൾ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക എന്നൊരു വിവരം കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ ഏതാണ്ട് 30 സെന്റിമീറ്ററൊക്കെ മഴ പെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ചുരുങ്ങിയ മണിക്കൂറുകളിൽ 30 സെന്റിമീറ്ററൊക്കെ മഴ പെയ്ത ചില മേഖലകളുണ്ട് ശ്രീലങ്കയിൽ. അതൊക്കെ ആ മേഖലയിൽ വലിയ പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിൽ വലിയ മുന്നൊരുക്കങ്ങളുടെ ആവശ്യമില്ല. അതിൻ്റെ പ്രഭാവം ഒരു പക്ഷേ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പോലെ ചെറിയ മഴയിൽ ഒതുങ്ങാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത. മറ്റ് അപകടങ്ങളിലേക്ക് പോകില്ല. തമിഴ്നാട്ടിലും വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതിൻ്റെ പൂർണ്ണഭാഗം കരയിലേക്ക് എത്തില്ല. എന്നാൽ കാറ്റും മഴയും അവിടെ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.